യു വർ ബോൺ റിച്ച് എന്ന പുസ്തകത്തിൽ ബോബ് പ്രോക്ടർ പറയുന്നത് നമ്മൾ ഹയർ പൊട്ടൻഷ്യലിൽ നിന്ന് ലോവർ പൊട്ടൻഷ്യലിലേക്ക് വർക്ക് ചെയ്യണമെന്നാണ്. ഇത് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. നമ്മൾ പ്രവർത്തിക്കാൻ ആരംഭിക്കേണ്ടത് നമ്മുടെ സ്പിരിച്വൽ ലെവൽ, അതായത് നമ്മുടെ ചിന്തകളിൽ നിന്നും നമ്മുടെ ഇന്റലക്ച്വൽ ലെവൽ, അതായത് നമ്മുടെ ഐഡിയാസിലേക്കും അവിടെ നിന്ന് നമ്മുടെ ഫിസിക്കൽ ലെവൽ, അതായത് ഒരു വസ്തു അല്ലെങ്കിൽ ഔട്ട്കമ്മിലേക്കാണ് എന്ന്. എന്നാൽ നമ്മൾ പലപ്പോഴും പ്രവർത്തിക്കുന്നത് ഫിസിക്കൽ ലെവലിൽ നിന്നും സ്പിരിച്വൽ ലെവലിലേക്കും അവിടെ നിന്ന് ഇന്റലക്ച്വൽ ലെവലിലേക്കുമാണെന്ന് അദ്ദേഹം പറയുന്നു. മിക്കവാറും ആളുകൾ തങ്ങളുടെ ജീവിതത്തിലെ റിസൾട്ടിലേക്ക് നോക്കി അങ്ങനെ അവ ചിന്തകളിലേക്ക് നയിക്കുവാനും അത് പല ഐഡിയാസ് ജനിക്കുവാനും കാരണമാക്കുന്നു എന്നാണ്. ഉദാഹരണമായി, ഒരു വ്യക്തി തന്റെ ബാങ്ക് അക്കൗണ്ടിൽ ഒന്നുമില്ല എന്ന് തിരിച്ചറിയുമ്പോൾ അയാൾ ഒന്നുമില്ലായ്മയുടെ സ്കേഴ്സിറ്റിയുടെ ചിന്തകൾ തിരഞ്ഞെടുക്കുന്നു. പിന്നീട് അവയിൽ നിന്നും പോവർട്ടിയുടെ ദാരിദ്ര്യത്തിന്റെ ഐഡിയ പണിതുയർത്തുന്നു. ഇയാൾ മനസ്സിൽ നിലനിർത്തുന്ന ആശയങ്ങൾ, ഐഡിയാസ് യാഥാർത്ഥ്യമാകും, മാനിഫെസ്റ്റ് ചെയ്യുമെന്നതുകൊണ്ട് അവ തന്നെ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ വീണ്ടും ആവർത്തിക്കുന്നു. ഈ ഒരു അവസ്ഥ തനിക്കിനി വേണ്ട എന്നയാൾ പറയുമ്പോഴും ഇത് സെൽഫ് ഫുൾഫില്ലിംഗ് സൈക്കിളായി തുടർന്നുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ ഇതല്ല, ഇങ്ങനെയുള്ളൊരു ജീവിതമല്ല നമ്മുടെ സൃഷ്ടാവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നതെന്ന് പ്രോക്ടർ പറയുന്നു. ഇത് ഒരു ലോജിക്കുമില്ലാത്ത കാര്യമായി തോന്നിയേക്കാം. കാരണം ബാങ്ക് അക്കൗണ്ടിൽ ഒന്നുമില്ലെങ്കിൽ അത് ഒന്നുമില്ല എന്ന് തന്നെയല്ലേ എന്ന് നിങ്ങൾ പറഞ്ഞേക്കാം. എന്നാൽ ഈ ഒരു ചിന്ത തന്നെയാണ് ദാരിദ്ര്യമുള്ള വ്യക്തിയെ അതിൽ തന്നെ തുടരുവാൻ കാരണമാക്കുന്നതെന്ന് പ്രോക്ടർ പറയുന്നു. എന്നാൽ ഇപ്പോഴുള്ള യാഥാർത്ഥ്യം അത് സാമ്പത്തികമോ ആരോഗ്യമോ സാമൂഹികമോ എന്തും ആയിക്കോട്ടെ, അത് നിങ്ങളുടെ മുൻകാല ചിന്തകളുടെ ഫിസിക്കൽ മാനിഫെസ്റ്റേഷൻ മാത്രമാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഫിസിക്കൽ വേൾഡിൽ, ഭൗതിക ലോകത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ, ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ചിന്തകളെ മാറ്റിയേ മതിയാകൂ, അതും ഉടനെ. ഇത് പ്രകൃതി നിയമമാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തെ ഉണ്ടാക്കിയെടുക്കുവാനുള്ള കഴിവ് ദൈവം നിങ്ങൾക്ക് നൽകുന്നുവെന്ന് അദ്ദേഹം പറയുന്നു. നിങ്ങളുടെ സമൃദ്ധി ചിന്തകളിലാണ് നിലകൊള്ളുന്നത്. അതുകൊണ്ട് ബി ഗുഡ് ടു യുവർ സെൽഫ്. മികച്ച ഐഡിയാസ് തിരഞ്ഞെടുക്കുക. അങ്ങനെ ഫിസിക്കൽ വേൾഡിനെ, നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കാൻ അനുവദിക്കാതിരിക്കുക.